നമസ്കാരം സുഹൃത്തുക്കളെ. കോട്ടയം ജില്ലയിലെ കോരുത്തോടിനെയും ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആഴുതിയാറിന് കുറുകെ 1992 നിർമ്മാണം ആരംഭിച്ച് 96 ഗതാഗതത്തിന് തുറന്നു കൊടുത്ത, എന്നാൽ 22 വർഷങ്ങൾക്ക് ശേഷം 2018 മഹാപ്രളയത്തിൽ തകർന്നു തരിപ്പണമായി പോയ തോപ്പിൽക്കടവ് പാലത്തെ സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക്. സുഹൃത്തുക്കളെ, തോപ്പിൽക്കടവ് പാലത്തെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അതിനു മുമ്പ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു തൂക്കുപാലത്തെ സംബന്ധിച്ച് കൂടി പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ആ അക്കരെ കാണുന്നത് അത് കോരുത്തോട് പഞ്ചായത്താണ് കേട്ടോ, കോട്ടയം ജില്ലയിൽ. ഇവിടമാണ് പെരുവന്താനം പഞ്ചായത്ത്, ഇടുക്കി ജില്ലയിൽ. അവിടുന്ന് ആ കല്ലും കൂട്ടം കാണുന്ന അവിടുന്ന് ഇങ്ങോട്ട് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ആദ്യമേ കമ്പകത്തിൻ്റെ 10-60 ഇഞ്ച് വണ്ണം ഉള്ള തടികൾ കൊണ്ട് അങ്ങനത്തെ ഒരു 6 തടി വെച്ച് 3 സെറ്റ് തൂണുകളിലായി ഒരു 10-40 അടിക്ക് മേൽ ഉയരമുള്ള ഒരു തൂക്കുപാലമായിരുന്നു. റോപ്പൊക്കെ കിട്ടിയ തടി നമ്മുടെ പലക നിരത്തിയിരുന്നാലും നടക്കാനായിട്ടുള്ളത്. ആ തൂക്കുപാലം കാലാന്തരത്തിൽ പതിയെ ക്ഷയിക്കാനും ഒക്കെ തുടങ്ങി. തന്നെയല്ല, വാഹന ഗതാഗതം അത്യാവശ്യമായി തുടങ്ങിയിരുന്നു ആ കാലഘട്ടത്തിൽ. 90കളുടെ ആദ്യമൊക്കെയാണ് ഇതൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു പാലം നിർമ്മിക്കണമെന്ന് ഈ നാട്ടിൽ ആൾക്കാർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുകയും അതിനായിട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങി വെക്കുകയും ചെയ്തു. അതിന് പ്രകാരമാണ് തോപ്പിൽക്കടവ് പാലം എന്ന ആ കമ്മിറ്റി നിശ്ചയിച്ച പേരാണ് കേട്ടോ, തോപ്പിൽക്കടവിൽ. ഇതിൻ്റെ അവിടുന്ന് ആ തൂണിൻ്റെ ഉണ്ടായിരുന്ന തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് ഒരു 50-60 മീറ്റർ താഴെയായിട്ടാണ് തോപ്പിൽക്കടവ് പാലം നിലനിന്നിരുന്നത്. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുകയും 1992 ഓടെ ശ്രീ പരേതനായ ശ്രീ പേരകത്ത് പരമേശ്വരൻ സാറിൻ്റെ രക്ഷാധികാരി ആയും ശ്രീ KR ബാസിക്കച്ചേട്ടൻ പ്രസിഡൻ്റായും ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. വളരെ വിപുലമായൊരു കമ്മിറ്റി ആയിരുന്നു. അതൊരു 101 പേരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും പാലം നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ശ്രീ താണ്ടാമ്പറമ്പിൽ ഷാജിയെയാണ് അന്ന് എൻജിനീയറായിട്ട് തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളായതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്കെച്ചും പ്ലാനും തയ്യാറായി. തുടർന്ന് സ്ഥലം നിശ്ചയിച്ച് പാല നിർമ്മാണത്തിനാവശ്യമായ പൈലിംഗ് ജോലികളാണ് ആദ്യമേ തുടങ്ങേണ്ടിയിരുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പാലത്തിനാവശ്യമായ തൂണുകൾ നിർമ്മിക്കുന്നതിന് ആദ്യമേ ഒരു 15 അടിയോളം വീതിയിലും 10-12 അടി നീളം വരുന്നത് പോലെയും ഒരു 1.5 ആൾ താഴ്ച ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുഴികളെടുക്കുകയാണ് ആദ്യമേ ചെയ്തത്. കുഴികളെടുത്ത് കുഴികളുടെ നിർമ്മാണം ഇത് മുഴുവൻ ആൾക്കാർ ശ്രമദാനമായിട്ട് ചെയ്യുന്നതാണ്. അന്ന് സാമ്പത്തികം അതുപോലെട്ടായിട്ട് 94-95 കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞത്. കുഴികളെടുത്ത് തീർന്ന മുറയ്ക്ക് പൈലിംഗ് ജോലികൾ ആരംഭിക്കുകയാണ് ചെയ്തത്. പൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ മെഷീൻ കൊണ്ടൊന്ന് കോൺക്രീറ്റ് തൂണുകളോ ഇരുമ്പ് തൂണുകളോ ഒന്നും അടിച്ചിറക്കാനുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊന്നും ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും കമ്മിറ്റിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാനുവലായിട്ടുള്ള പൈലിംഗാണ് നടത്തിയിരുന്നത്. ഈ കുഴികളിലേക്ക് ഒരു തെങ്ങുവണ്ണമുള്ള കമ്പകത്തിൻ്റെ തടി, ഒരു 6-8 അടി നീളമുള്ള കമ്പകത്തിൻ്റെ തടി ഒരറ്റം കൂർമ്പിച്ചിട്ട് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. കുഴിയിൽ ഈ 1.5 ആൾ താഴ്ചയുള്ള കുഴിക്കകത്ത് അടിച്ചിറക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതങ്ങനെ അടിച്ചിറക്കാനായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലായിട്ടുള്ള ഒരു പയൽ എന്ന് പറയുന്നത് ഈ ഒരു ഇരുമ്പിൻ്റെ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരടി അല്ല 1 മീറ്റർ പൊക്കമില്ല, അത്രയും ഉയരം ഉള്ള ഒരു ടണ്ണേലും ഭാരം കാണുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അത് കൊണ്ടുവന്നിട്ട് അത് ഈ അടിച്ചിറക്കേണ്ട കുറ്റിയെ അവിടെ സ്ഥിരമായിട്ട് കെട്ടി ഉറപ്പിച്ചിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് 2 കമ്പികളുണ്ട് മുകളിലോട്ട് ഈ കുറ്റി തെന്നിപ്പോകാതിരിക്കാനുള്ള.
എന്നിട്ട് മേളിൽ വലിയ പടങ്ങൊക്കെ വെച്ച് കെട്ടിയിട്ട് അവിടെ കപ്പിയിട്ടിട്ട് ഈ കുറ്റിയിൽ നിന്ന് ഒരു ഇരുമ്പിൻ്റെ വടം ബന്ധിപ്പിച്ച് അത് ആറിൻ്റെ അക്കരെ സൈഡിലേക്ക് മാറ്റി അവിടെ ഒരു മെഷീനാണുള്ളത്. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റബ്ബർ ഷീറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ പോലെ തന്നെയുള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ വീലും നമ്മൾക്ക് പിടിച്ച് കറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അതവിടെ ഇറക്കി 4-5 പേര് ചേർന്ന് അത് കറക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ 2 സൈഡിൽ ഉറപ്പിച്ചിരിക്കും കമ്പി വഴി ഈ കുറ്റി മേളിലേക്ക് പൊങ്ങുകയും ഒരു 10-15 അടി ഉയരമുണ്ടെന്ന് തോന്നുന്നു. അത്രയും മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ കുറ്റിക്ക് ഒരു ലോക്കുണ്ട്. അത് താഴെ നിൽക്കുന്ന ഒരാളൊരു കമ്പി കൊണ്ട് ആ ലോക്ക് തട്ടിക്കളയുകയും ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നല്ല സ്പീഡിൽ താഴേക്ക് വന്ന് ഈ കമ്പ കുറ്റിയിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഒരു കുറ്റി ഈ കുഴിയിൽ ഇറക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കുഴിയിൽ തന്നെ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഒരു 10-15 മേളിൽ കുറ്റികൾ ഇറക്കിയാണ് ഈ പൈലിംഗ് ജോലികൾ എല്ലാ കുഴിയിലും നടത്തി തീർത്തെടുത്തത്. ഈ പൈലിംഗ് ജോലികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവീസ് ക്രിക്കറ്റ് ക്ലബ്ബിലെ അംഗങ്ങളായിട്ടുള്ള 10-20-25 പേര് ഞങ്ങൾ ആദ്യമേ ഈ പാലം പണിയായിട്ട് സഹകരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ഈ പൈലിംഗ് ജോലികൾക്കാണ്. അത് പക്ഷേ പകൽ നടന്നിരുന്ന ഒരു ജോലിയാണ് കേട്ടോ. പൈലിംഗ് ജോലികൾ പൂർത്തിയായതനുസരിച്ച് പിന്നീട് കുഴിയിൽ കമ്പി കെട്ടി സാധാ വാർക്കെന്ന് പറഞ്ഞ പോലെ തൂണുകൾ വാർത്ത് കയറുകയാണ് ചെയ്തത്. ഒരു ദിവസം ഒരു തൂണിൻ്റെ ഒരു മീറ്ററോ 1.5 മീറ്ററോ മറ്റോ വാർക്കും. അതിനുശേഷം അത് കുറച്ച് സെറ്റായി കഴിയുമ്പോഴത്തേനും അത് തന്നെ പൊളിച്ച് അപ്പുറത്ത് വെച്ച് അങ്ങനെ ഓരോ തൂണിനും മാറി മാറി വാർത്താണിത് കയറിക്കൊണ്ടിരുന്നത്. അതൊക്കെ പക്ഷേ രാത്രികളിലാണ് കൂടുതൽ വാർക്കുകൾ ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും പണിയുള്ളതാണ്. അവരെല്ലാം പോയിട്ട് വന്നിട്ട് ചെറിയൊരു വിശ്രമത്തിനൊക്കെ ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനുമാണ് പരിപാടികൾ തുടങ്ങുന്നത്. അത് രാത്രി വരെ നീളുന്ന പോലെ വാർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിന് പങ്കെടുക്കാൻ ഒരു പൊതുകാര്യം എന്നതിലുപരി മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഞങ്ങളുടെ ഈ ക്ലബ്ബിലെ അംഗങ്ങളായിരുന്ന ഒരു 5-6 സുഹൃത്തുക്കൾ ഈ മുക്കുഴി പാറാന്തോട് ഭാഗങ്ങളിൽ ജീവിച്ചിരുന്നു. അവരവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്കും കൂടി വേണ്ടി എന്നുള്ള നിലയിലായപ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് സഹകരിക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അന്നൊക്കെ ഈ ആറിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു ഷെഡ് കെട്ടിയിട്ട് ഈ പണിക്കാവശ്യമായ സാധനങ്ങൾ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാനും പണിക്ക് വരുന്നവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുമൊക്കെ പലരും ഈ ഷെഡിൽ തന്നെ സ്ഥിര താമസമായിരുന്നു. നമ്മുടെ കൊച്ചുവീട്ടിൽ പ്രഭാകരൻ ചേട്ടനെയൊക്കെ ഞാനിപ്പോൾ ആ കാര്യത്തിൽ ഓർക്കണം. മാസങ്ങളോളം ഇവിടെ താമസിച്ചാണ് ഈ കാര്യങ്ങൾക്കൊക്കെ സഹകരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ വൻ സാമ്പത്തിക പ്രതിസന്ധിയെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ കാര്യങ്ങൾ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് 1992 തുടങ്ങിയ പാലം നിർമ്മാണം 96 ആയപ്പോഴത്തേനും പൂർത്തീകരിക്കുക. അതായത് ഈ 2 വശത്തുനിന്നും ഉള്ള അപ്രോച്ച് റോഡുകളടക്കം പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും അന്ന് പീരുമേട് MLA ആയിരുന്ന ശ്രീ CA കുര്യൻ 96-ൽ ഈ പാലം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2018 വരെ, അതായത് 22 വർഷക്കാലം ഈ ജനങ്ങളുടെ സേവനത്തിനായി, അങ്ങനെ തന്നെ പറയാം, ഈ പാലം നിലനിന്നിരുന്നു. 2018-ൽ ഉണ്ടായ മഹാപ്രളയത്തിൽ ഈ പാലം തകർന്നു പോവുകയാണ് ഉണ്ടായത്. ഈ പാലം തകർന്നതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. അന്നുണ്ടായ മഹാപ്രളയത്തിൽ വനത്തിൽ നിന്നൊരു വൻ മരം കടപുഴകി വീണ് ഒഴുകി വരുവാനിടയായി. അത് വന്ന് ഈ പാലത്തിൻ്റെ 2 തൂണുകളിലായിട്ട് വട്ടം തടഞ്ഞിരിക്കാനിടയായി. അതൊക്കെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനുമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും മറ്റ് വേസ്റ്റ് തടികൾ അങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് ഈ മരത്തിൻ്റെ മുകളിലേക്ക് തടഞ്ഞ് ഒഴുക്ക് പോലും തടസ്സപ്പെടുന്ന രീതിയിൽ പാലം സത്യത്തിൽ ഒരു ഡാമായി മാറുകയാണ് ചെയ്തത്. സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. ആ ഒരു രീതിയിലായി. അന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി
വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു 7-7:30 ഈ മനുഷ്യരുടെ എല്ലാ അധ്വാനം വൃഥാവിലാക്കിക്കൊണ്ട് പാലം തകരുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, ആ തകർന്ന പാലത്തിൻ്റെ കോട്ടയം സൈഡിലുള്ള, അതായത് കോരുത്തോട് സൈഡിലുള്ള ആ ബാക്കി നിൽക്കുന്ന തൂണും കുറച്ച് സ്ലാബും ഉണ്ട് കേട്ടോ. ഒരു തൂണിൻ്റെ അവിടം വരെയുള്ള സ്ലാബും ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാം. ബാക്കി ഈ തകർന്ന് കിടക്കുന്നത് തൂണും ഈ ഭാഗമാണ്. അതിൻ്റെ ഇങ്ങേ എൻഡായിരുന്നു. ആ കാണുന്നതാണ് അതിൻ്റെ അപ്രോച്ച് റോഡ്. അത് മൂഴിക്കൽ ഇങ്ങോട്ട് കുറ്റിക്കകത്തേക്കുള്ള റോഡാണ് അവിടെ ക്രോസ് കാണുന്നത്. ഇവിടെ മുതൽ ഇങ്ങനെയായിരുന്നു ഈ പാലം നിലനിന്നിരുന്നത്. ആറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഈ ഒരു തൂണും ആ മേളിലോട്ടുള്ള സ്ലാബും അടക്കമുള്ള ഭാഗങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. ഇത്രയുടെയും ബാക്കി ആ സെൻട്രൽ ഭാഗം അങ്ങേയറ്റത്തെ തൂണ് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടം വരെ ഉള്ള ഭാഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് ഈ പാലത്തിനെ സംബന്ധിച്ച്. ഇത് 2018. പിന്നെ അതിന് ശേഷം നിവേദനങ്ങൾ, പരാതികൾ തുടങ്ങിയ അധികാര സ്ഥാനങ്ങളിലേക്ക് അയക്കേണ്ടതായ സർവമാന സാധനങ്ങളും അയക്കുകയും ജനങ്ങൾ നേരിട്ട് തന്നെ പല അധികാരികളെയും പോയിട്ട് കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2 വർഷം കഴിഞ്ഞ് 2020 ഈ കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു ചങ്ങാടം ഉണ്ടാക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായി. അത് പെരുവന്താനം പഞ്ചായത്ത് അതിലേക്കായി ഒരു 25,000 രൂപ ഫണ്ട് കൊടുക്കുകയും ചെയ്തു. പഴയ തൂക്കുപാലം ഉണ്ടായിരുന്ന ഇവിടെ ഈ കാണുന്ന അവിടെ നിന്നൊരു 100 മീറ്ററൂടെ മേളിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെങ്ങാടം നിർമ്മിക്കുക. ചെങ്ങാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 അടി വീതിയും ഒരു 15 അടി നീളമുള്ള മുളകൾ കൂട്ടിക്കെട്ടി, ഒരു 2-3 ലെയറായിട്ട് മുളകൾ കൂട്ടിക്കെട്ടി, അതിന് ഒരു കൈപിടി നിൽക്കുന്ന ആൾക്കാർക്കൊന്ന് പിടിക്കാനായിട്ടുള്ള കൈപിടി അടക്കമുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കി റോപ്പ് വലിച്ചു കെട്ടിയിട്ട് അതിൽ കൊളുത്തിട്ട് അങ്ങനെയാണ് ചെങ്ങാടം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർക്ക് കയറ് കെട്ടിയിട്ട് അതുകൊണ്ട് അത് വലിച്ചു തന്നെ അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോകാവുന്ന സംവിധാനമായിരുന്നു അതുകൊണ്ടുണ്ടായിരുന്നത്. അത് 2020. അപ്പം അത് കുറച്ച് നാൾ 2 വർഷക്കാലം അത് കഴിഞ്ഞപ്പോഴുണ്ടായ വലുതല്ലെങ്കിലും ചെറുതായ, അതായത് ചെറിയ അപകടങ്ങൾ, അതായത് ചെങ്ങാടം ഒഴുക്കിൽപ്പെടുക, പിന്നെ പോയിട്ട് അത് ചെരിയാൻ തുടങ്ങുക, അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടായപ്പോൾ ചെങ്ങാടം പ്രാവർത്തികമായ ഒന്നല്ലെന്നും അല്ലെങ്കിൽ അതൊരു ശാശ്വത പരിഹാരമല്ലെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ജനങ്ങളെല്ലാം കൂടി വീണ്ടും ഒരു തൂക്കുപാലം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അങ്ങനെയുള്ള ആ ആലോചനകളുടെ അവസാനം കോരുത്തോട് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ KB രാജൻ രക്ഷാധികാരിയായും ശ്രീ ചെങ്ങാലിക്കുഴിയിൽ CS രാജൻ ജനറൽ കൺവീനറായും ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും തൂക്കുപാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 2 വർഷത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഈ തൂക്കുപാലം എന്നുള്ളത് ആ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും വിവിധ മതസംഘടനകളുടെയും EDC അതുപോലെ വ്യക്തികൾ അങ്ങനെയുള്ള എല്ലാവരിൽ നിന്നുള്ള സംഭാവനകളുടെ എല്ലാം കൂടി തുക കൂട്ടിക്കൊണ്ടും ആൾക്കാരുടെയൊക്കെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും തൂക്കുപാലം 2024 കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയായി. അതാണ് ഈ കാണുന്നതാണ് ആ തൂക്കുപാലം. അങ്ങേയറ്റം അത് പെരുവന്താനം പഞ്ചായത്തിലുള്ളത്. ഇത് ഇവിടുന്ന് കോരുത്തോട് പഞ്ചായത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള തൂക്കുപാലം കേട്ടോ. ഇത് മൊത്തം പണ്ടൊക്കെ തടിയൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് മൊത്തം നല്ല ഈ മെറ്റൽ കൊണ്ടുള്ള മാത്രം, അതുപോലെ തന്നെ ആ നടവഴി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഷീറ്റുകൾ പാകിയിട്ടൊക്കെയുള്ള നല്ല ബലപ്പെടുത്തിയ ഒരു തൂക്കുപാലം ഉണ്ടാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2024 പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ക്ലബ്ബിൽ തന്നെയുള്ള ശ്രീ താന്നിമൂട്ടിൽ സാബുവിൻ്റെ മകൾ ബൃന്ദ സാബു, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ബൃന്ദയാണ് ഇത് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്.
ഇതാണ് കേട്ടോ ഈ തൂക്കുപാലം. ഇത് മൊത്തം അലുമിനിയം ഷീറ്റുകളൊക്കെ നിരത്തി വലിയ കുടുക്കോ ഒന്നുമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ ബലം ഒക്കെ ഉള്ള ഒരു സംഭവമൊക്കെയാണ്. ആർക്കും രണ്ട് സൈഡിലും വെള്ളം നല്ല കമ്പി വലകളൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ഒരു ആർക്കും പേടിക്കാതെ അഥവാ ഒന്ന് ചെരിയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പോലും ആൾക്കാർക്കൊന്നും അപകടം ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള നല്ല നിർമ്മാണമാണ്. ഇതാണിപ്പോൾ നഷ്ടപ്പെട്ടു പോയ തോപ്പിൽക്കടവ് പാലത്തിലെ ഗുണഭോക്താക്കൾക്കുള്ള ഏക പ്രതിവിധിയായിട്ടിപ്പം നിലനിൽക്കുന്ന ഒരു സഞ്ചാരമാർഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഇതിപ്പം നമ്മൾ പെരുവന്താനം പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ തോപ്പിൽക്കടവ് പാലത്തിന് പകരമായി പുതിയ അതിലും നല്ല ഒരു പാലം സമീപഭാവിൽ തന്നെ ഉണ്ടാക്കപ്പെടും എന്ന ഒരു പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.